ബുക്കായോ സാക്ക, ഗബ്രിയൽ മാർട്ടിനെല്ലി, ഗബ്രിയൽ ജെസ്യൂസ്, ഏറ്റവും ഒടുവിലിത കായ് ഹാവർട്സും. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ കിരീടപ്പോരാട്ടം കടുകട്ടിയാകുമ്പോൾ പരിക്കിനോട് മല്ലിടുകയാണ് ആഴ്സണൽ. കപ്പിനും ചുണ്ടിനുമിടയിൽ പോയ സീസണുകളിൽ നഷ്ടമായ മോഹക്കപ്പ് ഇത്തവണയെങ്കിലും തിരിച്ചുപിടിക്കാനുള്ള തീവ്ര ശ്രമത്തിനിടെ പാതിവടിയിൽ മൈക്കിൾ അർട്ടേറ്റയ്ക്ക് നഷ്ടമായത് സുപ്രധാന പടയാളികളെ. ഈ ക്രൈസിസിന് ആഴ്സണൽ എങ്ങനെ മറികടക്കും? പ്രീമിയർ ലീഗിൽ 24 റൗണ്ട് പൂർത്തിയാകുമ്പോൾ നിലവിൽ 57 പോയിന്റുമായി ലിവർപൂൾ ഒന്നാം സ്ഥാനത്ത് തുടരുന്നു. തൊട്ടു പിന്നിലുള്ള ആഴ്സണലിന് ചെമ്പടയുമായുള്ളത് 7 പോയിന്റിന്റെ വ്യത്യാസം. അവസാന ലാപ്പിൽ ലിവർപൂളിനെ മറികടന്ന് മുന്നേറണമെങ്കിൽ ഇനിയുള്ള ഓരോ മത്സരവും ഫൈനൽ പോലെ പ്രധാനപ്പെട്ടത്. എന്നാൽ മുന്നേറ്റത്തിൽ സുപ്രധാന താരങ്ങളുടെ വിടവ് അർട്ടേറ്റ എങ്ങനെ ടാക്കിൾ ചെയ്യുമെന്നാണ് ആരാധകർ ഉറ്റുനോക്കുന്നത്. നിലവിൽ ലിയാൻഡ്രോ ട്രൊസാർഡ്, റഹീം സ്റ്റേർലിംഗ്, ഏദൻ ന്വാനേരി എന്നിവരാണ് കോച്ചിന് മുന്നിലുള്ള പ്രധാന ഫോർവേഡ് ഓപ്ഷനുകൾ. ഈ പേരുകാരിൽ ഫോൾസ് 9 ആയി ബെൽജിയം താരം ട്രൊസാർഡിനെയാകും പരിശീലകൻ വിന്യസിക്കുക. നേരത്തെ നിരവധി തവണ സ്ട്രൈക്കർ പൊസിഷനിൽ കളിച്ചതും 30-കാരന് അനുകൂലമാകും. ഇതുവരെയായി 5430 മിനിറ്റാണ് ട്രൊസാർഡ് ഗണ്ണേഴ്സിനായി മൈതാനത്ത് കളം നിറഞ്ഞത്. ഇതിൽ 58% ഇറങ്ങിയത് ലെഫ്റ്റ് വിങ്ങറായാണെങ്കിൽ സ്ട്രൈക്കറുടെ റോളിൽ പന്ത് തട്ടിയത് 31%. ലണ്ടൻ ക്ലബിൽ കായ് ഹാവർട്സ് ഒരിക്കലും ഒരു ക്ലിനിക്കൽ ഫിനിഷർ ആയിരുന്നില്ല. എന്നാൽ 15 ഗോളുമായി ആഴ്സണലിന്റെ ടോപ്പ് സ്കോറർമാരിൽ ഒരാളാകാൻ ഈ ജർമ്മൻ താരത്തിന് സാധിച്ചു. ബോക്സിൽ എപ്പോഴും എതിരാളികൾക്ക് വെല്ലുവിളി ഉയർത്താൻ ഹാവർട്സിനായി. ഹാവർട്സിന്റെ അഭാവത്തിൽ ഗോളടിക്കുക എന്ന സുപ്രധാന ദൗത്യമാണ് ട്രൊസാർഡിന് മുന്നിലുള്ളത്. ലെഫ്റ്റ് വിങ്ങറായി എതിർഗോൾ മുഖത്ത് അപകടം വിധിച്ചുകൊണ്ടേയിരുന്ന യുവതാരം പുതിയ റോളിലും ഇതേ പ്രകടനം ആവർത്തിച്ചാൽ അർട്ടേറ്റയ്ക്കും സംഘത്തിനും കാര്യങ്ങൾ എളുപ്പമാകും. സെൻട്രൽ സ്ട്രൈക്കറായി ഇതുവരെ 1371 മിനിറ്റുകളാണ് ബെൽജിയംകാരൻ കളത്തിലിറങ്ങിയത്. ഇതിൽ കൂടുതൽ അസിസ്റ്റ് നൽകിയും ശ്രദ്ധേയ പ്രകടനം നടത്തിയിരുന്നു. കഴിഞ്ഞ സമ്മർ ട്രാൻസ്ഫറിൽ ചെൽസിയിൽ നിന്ന് ലോണിലെത്തിച്ച റഹീം സ്റ്റേർലിംഗിന്റെ എക്സ്പീരിയൻസും വരും മത്സരങ്ങളിൽ ആഴ്സണലിന് ഏറെ പ്രധാനപ്പെട്ടതാണ്. എന്നാൽ സീസണിൽ ഇതുവരെയുള്ള സ്റ്റേർലിംഗിന്റെ പ്രകടനം അത്ര മികച്ചതല്ല. ഇതുവരെ കളത്തിലിറങ്ങിയത് 218 മിനിറ്റുകളിൽ. ഫസ്റ്റ് 11-ൽ സ്ഥാനം പിടിച്ചത് 3 മാച്ചിൽ. ലീഗ് കപ്പിൽ ബോൾട്ടനെതിരെ നേടിയ ഗോൾ മാത്രമാണ് ഗണ്ണേഴ്സിനൊപ്പമുള്ള സമ്പാദ്യം. എന്നാൽ ഡ്രിബിൾ ചെയ്ത് ബോക്സിലേക്ക് അതിവേഗ റൺ നടത്തുന്ന സ്റ്റേർലിംഗ് എതിരാളികൾക്ക് വെല്ലുവിളി ഉയർത്താൻ കെൽപ്പുള്ള താരമാണ്. ടോട്ടനാമിനെതിരായ മത്സരത്തിൽ പ്രതിഭയുടെ മിന്നലാട്ടങ്ങൾ ആരാധകർ കാണുകയും ചെയ്തു. യങ് സെൻസേഷൻ ഏദൻ ന്വാനേരിയാണ് മുന്നേറ്റത്തിൽ ആഴ്സണലിന്റെ മറ്റൊരു പ്രധാന താരം. റൈറ്റ് വിങ്ങറായി ഗ്രൗണ്ടിലിറങ്ങുന്ന താരം സമീപകാലത്ത് ഗണ്ണേഴ്സിനായി തകർപ്പൻ പ്രകടനമാണ് പുറത്തെടുത്തത്. സൂപ്പർ താരം ബുക്കായോ സാക്ക പോയതോടെ വലതുവിങ്ങിലുണ്ടായ ശൂന്യത ഒരു പരിധിവരെ പരിഹരിക്കാൻ ന്വാനേരിയിലൂടെ ഇംഗ്ലീഷ് ക്ലബിനായി. സെൻട്രൽ സ്ട്രൈക്കറായി വളരാൻ 17-കാരന് സാധിക്കുമെന്ന് കഴിഞ്ഞ ദിവസം അർട്ടേറ്റ അഭിപ്രായപ്പെട്ടിരുന്നു. അടുത്തിടെ മാഞ്ചസ്റ്റർ സിറ്റിക്കെതിരായ മത്സരത്തിൽ കൗമാര താരം കരിയറിലെ 7ാം ഗോളും നേടി. 9 ഗോൾ വീതം നേടിയ മൈക്കിൾ ഓവനും വെയിൻ റൂണിയും മാത്രമാണ് 18 വയസ്സ് തികയും മുമ്പ് കൂടുതൽ പ്രീമിയർ ലീഗ് ഗോൾ നേടിയ താരങ്ങൾ. സീനിയർ താരങ്ങളുടെ പരിക്കിനെ തുടർന്ന് പ്രശ്നപരിഹാരത്തിനായി ആഴ്സണൽ നോട്ടമിട്ടത് അക്കാദമി താരങ്ങളിലായിരുന്നു. ന്വാനേരിക്ക് പുറമെ ലെവിസ് കെല്ലിയും നഥാൻ ഓയഡ്ജിയും ലഭിച്ച അവസരങ്ങൾ ഗംഭീരമാക്കി. അവസരം കാത്ത് ഇനിയും ഒട്ടേറെ യുവപ്രതിഭകളാണ് ബെഞ്ചിലുള്ളത്. ഏരിയൽ ഡ്യുവലുകളിലടക്കം മികച്ച റെക്കോർഡുള്ള മിക്കൽ മെറീനിയും അടിയന്തര ഫോർവേഡ് ഓപ്ഷനായി അർട്ടേറ്റയ്ക്ക് മുന്നിലുണ്ട്. പരിക്കിന് മുന്നിൽ വീഴാതെ പോരാട്ട വീര്യം പുറത്തെടുത്ത സമീപകാല ചരിത്രമാണ് ഗണ്ണേഴ്സിനുള്ളത്. നോർത്ത് ലണ്ടൻ ഡെർബിയിൽ മധ്യനിരയിലെ ബുദ്ധികേന്ദ്രങ്ങളായ ക്യാപ്റ്റൻ മാർട്ടിൻ ഒഡഗാർഡും ഡെക്ലാൻ റൈസും ഇല്ലാതെ ഇറങ്ങി ടോട്ടൻഹാമിനെതിരെ ജയം പിടിക്കാനായി. സാക്ക മടങ്ങിയ ശേഷം ഇറങ്ങിയ കഴിഞ്ഞ 12 മത്സരങ്ങളിൽ 2-ൽ മാത്രമാണ് പരാജയപ്പെട്ടത്. പ്രീമിയർ ലീഗിലെ മികച്ച പ്രതിരോധ നിരയുള്ളതും സെറ്റ് പീസിലെ മികച്ച റെക്കോർഡും മറ്റ് ടോപ്പ് ടീമുകളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഗണ്ണേഴ്സിനെ വേറിട്ട് നിർത്തുന്നു. ഇനിയുള്ള യുദ്ധങ്ങളിൽ ആയുധങ്ങൾ മാറ്റി പരീക്ഷിക്കണം. ഗോളടിക്കാൻ കൂടുതൽ ഓപ്ഷനുകൾ കണ്ടെത്തണം. ടൈറ്റിൽ ചലഞ്ചിൽ ലിവർപൂളിന് മുന്നിൽ മുഖാമുഖം നിൽക്കാൻ ആഴ്സണലും അർട്ടേറ്റയും കരുതി വെക്കുന്നത് എന്തൊക്കെയായിരിക്കും? കാത്തിരുന്നു കാണാം.